സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ അറിയിക്കാൻ വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ചർച്ച ചെയ്തൊരു കാര്യത്തെപ്പറ്റി തന്നെയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വയനാട് ദുരിതാശ്വാസ നിധിയുടെ പേരിൽ അല്ലെ വയനാടിൻ്റെ മറവിൽ പണം പിരിച്ചുകൊണ്ട് കൊള്ള നടത്തിയ ഒരു ടീമിനെ പറ്റി നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചർച്ച ചെയ്തു. ഏതാണ് ആ ടീം? ഇടതുപക്ഷമാണോ, വലതുപക്ഷമാണോ, BJP ആണോ? വലതുപക്ഷമാണ്. അവിടെ 5 കോടി രൂപയ്ക്ക് മുകളിൽ പണപ്പിരിവ് നടത്തി. ആ പണപ്പിരിവ് കൊണ്ട് ഞങ്ങൾ വീട് നൽകും, വീട് വെച്ച് നൽകും, 10 ദിവസത്തിനകത്ത് വീടിൻ്റെ തറക്കല്ലിട്ട് പരിപാടികൾ ആരംഭിക്കും എന്നൊക്കെ പറഞ്ഞ VD സതീശൻ്റെ നുണകളും, നുണേശൻ എന്ന് വേണമെങ്കിൽ വിളിക്കാം കേട്ടോ, സതീശൻ എന്ന് വിളിക്കുന്നേക്കാളും നല്ല VD നുണേശൻ്റെ നുണകളും അവരോടൊപ്പമുള്ള ആളുകളുടെ പല നുണകളും പല കള്ളക്കഥകളും ഒക്കെ നമ്മൾ കണ്ടതാണ്. നമ്മളാരും വിശ്വസിച്ചിട്ടില്ല, എന്നാലും നമ്മളെല്ലാവരും അത് കണ്ടതാണ്. അതിനെപ്പറ്റിയുള്ള കൂടുതൽ വാർത്തകളൊക്കെ നമ്മൾ ചർച്ച ചെയ്തതാണ്. അപ്പം അങ്ങനെ ചർച്ച ചെയ്യുന്നതിനിടയിലാണ് ചാനൽ ചർച്ചകളിൽ ഇരുന്നു കൊണ്ട് അഹോരാത്രം പണിയെടുക്കുന്ന കൊങ്ങികൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ UDF വേണ്ടിയിട്ട് അഹോരാത്രം പണിയെടുക്കുന്ന നമ്മുടെ ഹാഷ്മി എന്ന് പറയുന്ന ഒരു ജേർണലിസ്റ്റിനെ പറ്റി നമ്മൾ അറിയുന്നത്. അവതാരകന്റെ ആ ഒരു രാഷ്ട്രീയ ചരിത്രം അല്ലെ രാഷ്ട്രീയം എന്താണ് നമ്മൾ അറിയുന്നത്. അങ്ങനെ അഹോരാത്രം UDF വേണ്ടിയിട്ട് അവർ ചെയ്യുന്ന എല്ലാ കൊള്ളരുതായ്മകളും മറച്ചു വെച്ചുകൊണ്ട് അവർ ചെയ്യുന്ന എല്ലാം നല്ലതാണെന്ന് പറഞ്ഞുകൊണ്ട് മെഴുകുന്ന ഒരു ടീമിനെ കാണുന്നു. പിന്നീട് പല മാധ്യമങ്ങളും പല ചർച്ചകളിലും ഈ പറയുന്ന UDF പറ്റി അതിരൂക്ഷമായിട്ട് തന്നെ വിമർശിക്കുന്നുണ്ട്. 5 കോടി രൂപ പിരിച്ചതിൽ സ്ഥലം മേടിക്കാനും ആപ്പിന് വേണ്ടിയും മാത്രം 5 കോടി രൂപയും ചെലവായി എന്ന് പറഞ്ഞുകൊണ്ടാണ് പിന്നീട് UDF രംഗത്തേക്ക് വരുന്നത്. ഏത് ആപ്പാണ്, എന്തിനു വേണ്ടിയിട്ടാണ് ഈ ആപ്പിന് വേണ്ടിയിട്ട് ഇത്രമാത്രം ക്യാഷ് ഇവർ മുതലാക്കിയത്, അല്ല ഇവർ ചെലവാക്കിയത്? ഈ വസ്തു വാങ്ങാനായിട്ട്, ഈ സ്ഥലം വാങ്ങാനായിട്ട് എത്ര കോടി രൂപ ചെലവായി? ഇവരുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് എത്ര രൂപ കിട്ടിയിട്ടുണ്ട്? ഇനി എന്തൊക്കെയാണ് ഇവർക്ക് കിട്ടാനുള്ളത്? ഇതെങ്ങനെയാണ് ഇവർ ഇത്രയും മാത്രം പൈസ ചെലവഴിച്ച് പുട്ടടിച്ചത്? എവിടേക്കാണ് പോയത്? ഏതാണ് ബാങ്ക് അക്കൗണ്ട് എന്നുള്ളൊരു കാര്യങ്ങളിലൊന്നും ഇതുവരെ ഒരു വ്യക്തത വന്നിട്ടില്ല. ഇതൊന്നും ഇല്ലായിരിക്കുന്ന സമയങ്ങളിലാണ് ഹാഷ്മിയുടെ മെഴുകലുകളുമൊക്കെ ഉണ്ടായിരുന്നത്. ഹാഷ്മിയെ വലിച്ചു കീറി മാധ്യമങ്ങളുടെ മുൻപിൽ ഹാഷ്മിക്ക് ഇത്രയും നാളും ഉണ്ടായിരുന്നൊരു വാല്യൂ ഇല്ലാതെയാക്കുന്ന അസിത സഹീർ എന്ന് പറയുന്ന ആ ഒരു പെൺപുലിയെ പറ്റിയും നമ്മൾ ചർച്ച ചെയ്തിരുന്നു. ആ പെൺപുലിയുടെ ഒരു വീഡിയോ ഇന്നും ഞാൻ നിങ്ങളെ കാണിക്കുന്നുണ്ട്. കാരണം ഹാഷ്മിയുടെ കാലം കഴിഞ്ഞു, ഇനി മുതൽ അസിതയുടെ കാലമാണ്. അസിത കത്തിച്ചുകൊണ്ടിരിക്കുന്ന ആ അസിതയുടെ കുറേ അധികം നല്ല വാക്കുകളിൽ കൂടി ചടുലമായിട്ടും അല്ലെങ്കിൽ വ്യക്തവും സ്ഫുടവുമായിട്ട് സംസാരിക്കുന്ന ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് ഇന്ന് ചർച്ച ചെയ്യുന്നുണ്ട്. ഇത്രയും നാളും എഴുതി വെച്ച കുറേ പേപ്പറിലെ വാചകങ്ങൾ വെച്ചുകൊണ്ട് വാചക കസർത്ത് നടത്തിക്കൊണ്ടിരുന്ന ഹാഷ്മി ഇതോടുകൂടി തീർന്നിരിക്കുകയാണ്. എവിടെ ഹാഷ്മിയൊക്കെ ഞങ്ങൾ തീർത്തു, അല്ലെ ഹാഷ്മിയൊക്കെ ഞങ്ങൾ തട്ടി എന്ന് പറയുന്ന രീതിയിലേക്ക് ഹാഷ്മി മാറിയിട്ടുണ്ട്. അപ്പോൾ എന്താണ് വയനാട് ചൂരൽമലയിലെ ആ ഒരു സംഭവവുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ കൊള്ളകളാണ് നടന്നിരിക്കുന്നത്, എന്തൊക്കെയാണ് വലതുപക്ഷം കാണിച്ചു കൂട്ടിയിരിക്കുന്ന പരാക്രമങ്ങൾ, അല്ലെങ്കിൽ എന്തൊക്കെ വൃത്തികേടുകളാണ് കാണിച്ചു കൂട്ടിയിരിക്കുന്നത് എന്നുള്ളത് റിപ്പോർട്ടർ ചാനലിൽ അരുൺകുമാർ സംഘവും ഇരുന്നുകൊണ്ട് ചർച്ച ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ അവിടുത്തെ ഒരു MLA ആയിരുന്നിട്ടുണ്ടായിരുന്ന T സിദ്ദിഖ്, നമുക്കറിയാം റഫീഖ് എന്ന് പറയുന്ന ജനറൽ സെക്രട്ടറി ഉണ്ടായിരുന്നു. ടി സിദ്ദിഖ് അവിടെ ചെയ്ത് കൂട്ടിയിരിക്കുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ളൊരു വീഡിയോ ഞാൻ നിങ്ങളെ കാണിക്കാം. അവിടെ ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടിക്ക്, വീട് നഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിക്ക് വീട് വെച്ച് നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ രൂപരേഖയും എല്ലാം കാണിച്ചുകൊണ്ട് വലിയ പ്രഹസനം നടത്തിയിട്ട് ഇന്ന് വന്നിട്ട് പറയുന്നൊരു വാർത്ത, അല്ല ഇന്ന് വന്നിട്ട് പറയുന്നൊരു കാര്യം, അവിടെ വീട് വെച്ച് നൽകാമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. എൻ്റെ ഫേസ്ബുക്കിൽ ഒരു ചെറിയ പോസ്റ്റ് എടുത്തുകൊണ്ട് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ പറയുന്നത്? ആ പെൺകുട്ടിയെ പറഞ്ഞ് പറ്റിച്ച് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നുള്ള ഫണ്ടും വേണ്ട, വീടും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ആ പെൺകുട്ടി ആ ഒരു അപ്രൂവൽ, ആ ഒരു അപേക്ഷ കൊടുത്തിട്ട് T സിദ്ദിഖിനെ വിശ്വസിച്ചിരുന്നതാണ്. T സിദ്ദിഖ് കാണിച്ചത് എന്താണ്? വെറും വൃത്തികേട്. T സിദ്ദിഖ് നമുക്കറിയാം വയനാട് ഈ ടൗൺഷിപ്പ് പദ്ധതിയുടെ ആ ഒരു ദിവസം അവിടേക്ക് പോയ സമയത്ത് എല്ലാ ആളുകളും കൂവി വിളിച്ചുകൊണ്ടാണ് അവനെ കളിയാക്കി വിട്ടത്. അതിന് ഇടതുപക്ഷ സർക്കാരിനെ അതിരൂക്ഷമായിട്ട് വിമർശിച്ചുകൊണ്ട് VD സതീശൻ അടക്കമുള്ള ആളുകൾ വന്നിരുന്നു. ഒരു MLA എടുത്തും ഒരിക്കലും ഇങ്ങനെ ചെയ്യാൻ പാടില്ല, എല്ലാ കാര്യങ്ങളിലും മുന്നിൽ നിന്ന് എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അഹോരാത്രം പണിയെടുത്ത T സിദ്ദിഖിനെ ഇങ്ങനെ കളിയാക്കാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർ രംഗത്തേക്ക് വന്നത്. എന്തുകൊണ്ടാണ് T സിദ്ദിഖിനെ ജനങ്ങൾ ഇങ്ങനെ ഈ രീതിയിൽ കൂകി വിളിച്ചുകൊണ്ട് കളിയാക്കി വിട്ടതെന്നുള്ളത് മനസ്സിലാക്കാനുള്ള കഴിവ് ഇവർക്കില്ല. അപ്പോൾ എന്തായാലും നമുക്ക് എന്താണ് റിപ്പോർട്ടർ ചാനൽ അരുൺകുമാർ സംഘം ഇരുന്ന് പറയുന്നുള്ളത് കേട്ടിട്ട് T സിദ്ദിഖിന് എന്താണ് പറയാനുള്ളതെന്ന് കേട്ട് നോക്കാം. അതിനുശേഷം അസിത സഹീറിന്റെ ആ തീ പാറുന്ന ആ ഒരു പ്രസംഗം കൂടി കേട്ടു നോക്കാം. മുസ്ലിം ലീഗ് ഉപയോഗിച്ച ആപ്പിൽ 36 കോടി രൂപയുടെ ഡീറ്റെയിൽസ് അവിടെ കിടക്കല്ലേ? 40 കോടി രൂപയ്ക്ക് അടുത്തവര് പിരിച്ചില്ലേ? അത് കൃത്യമായിട്ട് ടൗൺഷിപ്പ് അവിടെ നിർമ്മിച്ചില്ലേ? നല്ല വീടുകൾ വന്നില്ലേ? ആ വീട്ടിൽ മനുഷ്യർ കയറി താമസിക്കുന്നില്ലേ? അപ്പൊ മുസ്ലിം ലീഗ് ഇതേ ആപ്പ് ഉപയോഗിച്ച് പിരിക്കുന്നു. ആ 36-40 കോടിയോളം പിരിക്കുന്നു. അവിടെ വീടുകൾ ഉയരുന്നു, അവിടെ ടൗൺഷിപ്പ് ഉയരുന്നു. ആർക്കും സംശയമില്ല, നമുക്ക് മുസ്ലിം ലീഗിന്റെ കാര്യത്തിൽ ഒരു ആക്ഷേപവും ഇല്ല. പക്ഷെ നോക്കൂ, ഇവിടെ കോൺഗ്രസിന്റെ കാര്യത്തിൽ എന്താ ആക്ഷേപം ഉണ്ടാവാനുള്ള കാര്യം? ആപ്പും കാണുന്നില്ല, ആപ്പിനകത്തൊരു കണക്കും കാണുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. അവിടെയാണ് ഈ വ്യാജ സ്ക്രീൻഷോട്ട് പ്രചരിക്കുമ്പോൾ ജനങ്ങൾ ഇത് വിശ്വസിക്കാൻ നിർബന്ധിതരാകും. അതിനിടയ്ക്കാണ് ഈ കണക്ക് വന്നത്. കണക്ക് കിട്ടി ഞാൻ ഞെട്ടിപ്പോയി. എന്താണെന്നറിയാമോ സ്മൃതി, നമ്മുടെ DYFI എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം ഉണ്ടല്ലോ, ആ പ്രസ്ഥാനത്തെ അങ്ങനെ എഴുതിത്തള്ളാൻ പറ്റൂല. ചില ആളുകളൊക്കെ എഴുതിത്തള്ളും. ആ പ്രസ്ഥാനം ആക്രി കച്ചവടം നടത്തിയും സാധാരണക്കാരായ മനുഷ്യർക്ക് കൂലിപ്പണി എടുത്തും അധ്വാനിച്ചുണ്ടാക്കിയ പണത്തിൽ നിന്നാണ് 20 കോടി രൂപ, എത്ര
20 crores. ഇപ്പോ കോൺഗ്രസ് എന്ന ഇന്ത്യ മുഴുവൻ പടർന്നു കിടക്കുന്ന ദേശീയ പാർട്ടി ഉണ്ടാക്കിയതിന്റെ 4 ഇരട്ടി കേരളത്തിലെ ഡിവൈഎഫ്ഐ എന്ന് പറയുന്ന പ്രസ്ഥാനം പിരിച്ചു കൊടുത്തിട്ടുണ്ട്. 20 കോടി രൂപ. മുസ്ലിം ലീഗ് 2 ജില്ലകളിൽ മാത്രം വലിയ ഡൊമിനൻസ് ഉള്ള ഒരുപക്ഷെ കേരള പാർട്ടി എന്ന് പറയാവുന്ന ഒരു സ്റ്റേറ്റ് പാർട്ടി ഇപ്പോൾ കോൺഗ്രസ് പിരിച്ചതിന്റെ 8 മടങ്ങ് പിരിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോഴാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരു കണക്കുമായിട്ട് വരികയാണ് 5,38,00,000 രൂപ. ഇപ്പോൾ അതിനൊരു ക്ലാരിറ്റി കൂടി വന്നിട്ടുണ്ട്. അതിനകത്ത് യൂത്ത് കോൺഗ്രസ് പിരിച്ച 1,50,00,000 കൂടി വരും എന്നുള്ളതാണ്. അതായത് 4,33,00,000 രൂപ മാത്രമാണ് കോൺഗ്രസ് പിരിച്ചിരിക്കുന്നതെന്നാണ്. ആപ്പിൽ ഈ വിവരം നമ്മൾ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല. ധനലക്ഷ്മി ബാങ്കിലായിരുന്നു അക്കൗണ്ട് എന്ന് പറയുന്നു. അക്കൗണ്ടിന്റെ വേറെ ഡീറ്റെയിൽസ് പുറത്തു വന്നിട്ടുണ്ടോ? പുറത്തു വന്നിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ ഈ കണക്ക് തന്നെ നമ്മളെ ഞെട്ടിക്കുന്നതാണെന്നുള്ളതാണ്. എന്നാൽ അതേസമയം സിപിഎമ്മും സിപിഎമ്മിന്റെ അനുബന്ധ സംഘടനകളും ബഹുജന വർഗ സംഘടനകളും കൊടുത്തിരിക്കുന്ന കണക്ക് നോക്കൂ. കണക്ക് നോക്കുമ്പോഴാണ് 140 കോടിയോളം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുത്തിരിക്കുന്നു. ഡൽഹി ദേശീയ ഘടകം തന്നെ 92,99,000 കൊടുത്തിരിക്കുന്നു. കേരളം സ്വന്തമായിട്ട് പിരിച്ചിട്ടില്ല സിപിഎം, അത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഇത്രയും കണക്കുകൾ നമ്മുടെ മുന്നിലുണ്ട്. ഇവിടെയാണ് 5 കോടി രൂപ എന്ന് പറയുന്ന അല്ലെങ്കിൽ 4 കോടി രൂപ എന്ന കണക്കുമായിട്ട് വരുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞത്. കള്ളൻ പവിത്രനെ ഓർമ്മപ്പെടുത്തുകയാണ് വയനാട്ടിലെ ഫണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കോൺഗ്രസ് നേതാക്കൾ നടത്തുന്ന പ്രതികരണങ്ങൾ. വളരെയധികം വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഡോക്ടർ അരുൺകുമാർ അവിടെ ഇരുന്നുകൊണ്ട് സംസാരിക്കുന്നത്. ഇതൊരിക്കലും ഒരു കമ്മി ആയതുകൊണ്ടല്ല അയാൾ അതൊക്കെ സംസാരിക്കുന്നത്. കാരണം വസ്തുതകളുടെ അടിസ്ഥാനത്തിലാണ് സംസാരിക്കുന്നത്. ഡിവൈഎഫ്ഐ അടക്കമുള്ള ഇടതുപക്ഷത്തിൻ്റെ പല സംഘടനകളും പിരിച്ചിട്ടുള്ള എല്ലാ തുകയും നാളിതുവരെ അവർ എത്ര രൂപ പിരിച്ചിട്ടുണ്ടോ അതെല്ലാം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള തെളിവുകൾ അടക്കം പുറത്തു വിടാനായിട്ട് ഡിവൈഎഫ്ഐയും ഇടതുപക്ഷവും തയ്യാറുമാണ്. അവരത് പുറത്തു വിട്ടിട്ടുമുണ്ട്. എന്നാൽ എന്തേ ഈ UDF ഇത്രയും നാൾ പിരിച്ചിട്ടുള്ള പണത്തിൻ്റെ ആ ഒരു അളവ് അല്ലെ, ആ ഒരു പണത്തിൻ്റെ കാര്യങ്ങൾ ഇവർ പുറത്തു വിടുന്നില്ല? ആരെയാണ് ഇവർക്ക് ഇത്ര പേടി? എന്തുകൊണ്ടാണ് പുറത്തു വിടാത്തത്? പുറത്തുവിടുന്ന രേഖകളിലുള്ളതെല്ലാം വസ്തുതാപരമായിട്ടുള്ള കാര്യങ്ങളാണോ അതോ വസ്തുതയ്ക്ക് നിരക്കാത്തതാണോ എന്നുള്ളത് നമുക്ക് ആർക്കും അറിയില്ല. വസ്തുതയ്ക്ക് നിരക്കുന്നതല്ല നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. അതായത് വെറും ഉടായിപ്പാണ്. ആപ്പ് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് 9 ലക്ഷവും സ്ഥലം വാങ്ങാനായിട്ട് 4.5 കോടിയും വേണമെന്ന് പറഞ്ഞൊരു ടീംസാണ് ഈ 10 ദിവസത്തിനകത്ത് ഞങ്ങൾ വീട് വെച്ച് നൽകി വീടിൻ്റെ തറക്കല്ലിട്ട് പണി തുടങ്ങിയെന്ന് പറഞ്ഞൊരു ടീംസ് കൂടിയാണ് UDF. ഇവന്മാരാണ് പറയുന്നത് ശബരിമല കൊള്ള വിഷയം അല്ലെ, ശബരിമല വിഷയത്തിൽ മുഖ്യമന്ത്രിയെ അങ്ങനെ വിജയിപ്പിക്കരുത്, സ്വർണം കട്ടത് ആരപ്പ, അവൻ്റെയൊക്കെ അച്ഛനാണ് അയ്യപ്പ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കിടന്ന് മെഴുകിക്കൊണ്ടിരിക്കുന്നത്. എടുത്തു പറയാനായിട്ടൊരു വികസനമില്ലാത്തൊരു ടീംസാണ് UDF. ആകെ പറയാനുള്ള എന്താണ്? LDFനെതിരെ പറയാൻ വേണ്ടിയിട്ട് LDF സ്വർണം കട്ടു, സ്വർണം ചെമ്പാക്കി എന്നൊക്കെ ഉള്ളതാണ് ഇവർക്ക് പറയാനുള്ളത്. UDFൻ്റെ ആളുകൾക്ക് ഈ കൊള്ളയുമായിട്ട് ബന്ധമില്ലേ? സോണിയാഗാന്ധി അടക്കമുള്ള ആളുകളുടെ വീട്ടിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് കയ്യിൽ കെട്ടിക്കൊടുത്തിട്ടുള്ള സ്വർണം നിങ്ങൾ കണ്ടില്ലായിരുന്നോ? ഈ കയ്യിൽ കെട്ടിക്കൊടുക്കുന്ന സാധനം എവിടെ നിന്ന് കിട്ടിയതാണ്? ശബരിമലയിലല്ലേ. അപ്പോൾ ഇതിനകത്തിൽ എല്ലാ രീതിയിലും ബന്ധമുള്ള ആളുകൾ തന്നെയാണ് BJP, UDF, LDF. അല്ലാതെ ഒരിക്കലും ഒരു ബന്ധവുമില്ലാത്ത ആളുകളൊന്നുമല്ല. അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാകുമ്പോൾ സൗന്ദര്യപ്പിണക്കം പോലെ അല്ലെ സൗന്ദര്യ പ്രശ്നം പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കുറ്റം പറയുന്നതാണ് അല്ലെ പഴി ചാരുന്നത് മാത്രമാണ് ഈ ഒരു രീതിയിൽ മാറി നിന്നുകൊണ്ട് സംസാരിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് ഇവരുടെ ഒരു മെയിൻ അജണ്ട അല്ലെ, ഇതൊക്കെയാണ് ഇവരുടെയൊക്കെ ഉള്ളിലുള്ള ചിന്താഗതി. അപ്പോൾ അസിത സഹീറിനെ പറ്റി ഞാൻ പറഞ്ഞു അല്ലേ. അതായത് ചാനൽ ചർച്ചകളിൽ ഹാഷ്മി ഇത്രയും നാളും ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഹാഷ്മിയുടെ ഇമേജ് വലിച്ചു കീറിക്കൊണ്ട് തന്നെ ഹാഷ്മിയുടെ ഉള്ളിലുള്ള ആ ഒരു UDF എന്ന് പറയുന്ന ഒരു ചിന്താഗതി അതിനെയും വലിച്ച് പുറത്തിട്ടുകൊണ്ട് തന്നെ ലോജിക്കോടുകൂടി എല്ലാ കാര്യങ്ങളും വെട്ടിത്തുറന്ന് പറയുന്ന ഒരു നല്ലൊരു ജേർണലിസ്റ്റ് അതാണ് അസിത സഹീർ. അസിത സഹീറിൻ്റെ ഒരു വീഡിയോ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. എന്താണ് ഇടതുപക്ഷ സർക്കാർ ഇവിടെ ചെയ്തു വെച്ചതെന്നും എന്തിനു വേണ്ടിയാണ് ഇടതുപക്ഷം നിലകൊള്ളുന്നതെന്നും ബാക്കിയുള്ള ആളുകളൊക്കെ എന്താണ് ചെയ്യുന്നതെന്നും പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരി സംസാരിക്കുന്ന ഒരു വീഡിയോ ആണ്. ഈ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഹാഷ്മി ഇനി ഇല്ല, ഹാഷ്മി നോ മോർ എന്നുള്ളത്. എന്നാൽ ഞാൻ ഒരു വീഡിയോടെ കാണിച്ചു തരാം. തകരാൻ പോലും ഒരു സിസ്റ്റം ഇല്ലാതിരുന്ന കേരളത്തിന്റെ ആരോഗ്യ മേഖല ഇന്ന് ലോകോത്തര അംഗീകാരം നേടിയിട്ടുണ്ടെങ്കിൽ ആ നേട്ടം ഒരു രാത്രി ഇരുട്ടി വെളുത്തപ്പോൾ വെറുതെ അങ്ങുണ്ടായതല്ല. കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ട് 2 സ്ത്രീകൾ നെടുംതൂണു കണക്കെ നെഞ്ചുവിരിച്ചു നിന്ന് നേടിയതാണത്. നേതൃത്വത്തിൽ സ്ത്രീകൾ എത്തുമ്പോഴുള്ള അസംതൃപ്തിയുടെ പൊട്ടിയൊരിക്കൽ ഏറിയും കുറഞ്ഞും കാണാൻ തുടങ്ങിയിട്ട് നാളെയേറെയായി. എന്റെ സംഘടന എനിക്ക് സംരക്ഷണം ഒരുക്കുമെന്ന ആത്മവിശ്വാസത്തോടെ പറഞ്ഞ സ്ത്രീയാണവർ. അവരുടെ വീട്ടിൽ കയറി റീത്ത് വെച്ച നെറികെട്ട രാഷ്ട്രീയം ഇന്ന് അവരെ കയ്യേറ്റം ചെയ്യുന്നതിലേക്ക് നീങ്ങുമ്പോൾ തിരിച്ചടി കിട്ടിയാൽ താങ്ങാനുള്ള ശേഷിയുണ്ടോ എന്നതുകൂടി ഓർക്കുക. വിനോദിനിയുടെ വേദന കൊണ്ട് അക്രമത്തെ ന്യായീകരിക്കുന്ന ഹൂപ്പ് കെയർ ക്രൂരന്മാരെ, നിങ്ങളെ വിശ്വസിച്ചതിന്റെ പേരിൽ ഇന്ന് പേര് പോലുമില്ലാതെ ജീവിക്കുന്ന പെൺകുട്ടികൾക്കുമുണ്ട് സാർ വേദന. ആ വേദനയെ തെരുവിൽ നേരിടാൻ ഈ നാട് ഇറങ്ങിയിരുന്നെങ്കിൽ ബാക്കിയുണ്ടാകുമായിരുന്നോ നിങ്ങൾ? വീഴ്ചകൾ ചൂണ്ടിക്കാട്ടി തിരുത്തേണ്ടവർ നിയമത്തെ കയ്യിലെടുത്താൽ എവിടെ ചെന്ന് നിൽക്കും സമാധാനത്തിന്റെ വെള്ളയിപ്രാവുകളെ ഈ നാട്? ദൃശ്യങ്ങൾ പുറത്തു വന്നാൽ മാത്രം വിശ്വസിക്കുന്ന നേതാക്കളോടാണ്. ആക്രമണ സമയത്ത് മാധ്യമങ്ങൾ അവിടെ ഉണ്ടായിരുന്നില്ല. CPIMകാരും
അപ്പോൾ മന്ത്രിയെ ആക്രമിച്ച KSUക്കാർ തന്നെ ആ ദൃശ്യങ്ങൾ പകർത്തി പുറത്തുവിടുമെന്നാണോ നിഷ്കളങ്കരെ നിങ്ങൾ വിശ്വസിക്കുന്നത്? കണ്ടില്ലേ, അടിപൊളിയായിട്ട് തന്നെ ഹാഷ്മി എന്താണ് നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത് അതേപോലെ തന്നെ നല്ല വ്യക്തവും സ്ഫുടവുമായിട്ടാണ് അസിത സഹീർ എന്ന് പറയുന്ന ഒരു പെൺപുലി ഈ കാര്യങ്ങളെ പറ്റി പറയുന്നത്. ഇവിടെ ഹാഷ്മി, നമുക്കറിയാം ഇത്രയും നാൾ ഹാഷ്മിയാണ് നമ്മളെല്ലാവരും എല്ലാ രീതിയിലും ചാനൽ ചർച്ചകളിൽ നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളെ പറ്റിയും പ്രതികരിക്കുന്ന, എല്ലാ കാര്യങ്ങൾക്കെതിരെയും ശക്തമായിട്ട് പ്രതികരിക്കുന്ന ഒരു മനുഷ്യനായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളത്. ഇന്നിപ്പോൾ ആ സ്ഥാനം മാറി അസിത സഹീർ അവിടേക്ക് റീപ്ലേസ് ആയിരിക്കുകയാണ്. എന്തുകൊണ്ടാണ്? വസ്തുതാപരമായിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതുകൊണ്ടാണ്. ഹാഷ്മിക്ക് കുറെ എഴുതി വെച്ച കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വലിയ രീതിയിൽ വലിയ വാഗ്വാദങ്ങൾ നടത്താനായിട്ടോ അല്ലെങ്കിൽ വലിയ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് അമ്മാനമാടാനോ ഒക്കെ സിമ്പിളായിരിക്കും. എന്നാൽ ലോജിക്ക് വെച്ചിട്ട് സംസാരിക്കേണ്ട ഹാഷ്മിക്ക് പറ്റില്ല. അങ്ങനെ സംസാരിക്കുന്ന ഒരാൾ മുന്നിലേക്ക് വരുമ്പോൾ ഹാഷ്മിക്ക് വിമുഖതയാണ്, ഹാഷ്മിയുടെ ഉത്തരം മുട്ടും, ഹാഷ്മിക്ക് പിന്നെ ഒന്നും പറയാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് മാറും. അതാണ് ഇപ്പോൾ ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്ത് തന്നെയാണെങ്കിലും ഹാഷ്മി എന്ന് പറയുന്നൊരു മനുഷ്യൻ ഇങ്ങനെ ആവാൻ പാടില്ലായിരുന്നു എന്നുള്ളത് നമ്മൾ എടുത്തു പറയുകയാണ്. കാരണം ഹാഷ്മിയുടെ UDFനോടുള്ള ഒരു നിലപാടോ അല്ല UDFന്റെ കൂടെ നിൽക്കുന്നതോ അല്ല തെറ്റ്. ഈ തെറ്റുകൾ കണ്ടാലും അതിനെ പ്രതികരിക്കേണ്ട ഒരാൾ തന്നെ ആയിരിക്കണം ജേർണലിസ്റ്റ് എന്ന് പറയുന്നത്, അല്ലെ അതായിരിക്കണം ജേർണലിസം എന്ന് പറയുന്നത്. എന്നാൽ ഇതിനെ തെറ്റുകളെ എല്ലാം മറിച്ച് ശരികളാക്കിക്കൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് അഹോരാത്രം പണിയെടുക്കുന്ന ആ ഒരു രീതിയോടാണ് എനിക്ക് എതിർപ്പുള്ളത്. ആ എതിർപ്പ് തന്നെയാണ് ഞാൻ ഈ വീഡിയോയിലും പറയുന്നത്. ഹാഷ്മി എന്തായാലും ഹാഷ്മിയുടെ കാലം കഴിഞ്ഞു. UDF കാണിച്ചു കൂട്ടുന്ന പരാക്രമങ്ങളും UDF കാണിക്കുന്ന വൃത്തികേടുകളും ലോകം അറിഞ്ഞു തുടങ്ങി, അല്ല കേരളം അറിഞ്ഞു തുടങ്ങി. ഇപ്പോൾ UDF കേസ് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതായത് ഈ വയനാട് ഫണ്ട് പിരിവിനെ പറ്റി ചുമ്മാ കള്ളത്തരങ്ങൾ പ്രചരിപ്പിക്കുന്നു, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് ജനങ്ങൾക്കിടയിൽ ബുദ്ധിമുട്ടുണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കേസ് കൊടുത്തിട്ടുണ്ട്. പേടിച്ചു, എന്നെ അവർ നുള്ളി, എന്നെ അവർ പിച്ചി എന്നൊക്കെ പറഞ്ഞിട്ട് കേസ് കൊടുക്കുന്നവരെ കൊണ്ട് കേസ് കൊടുത്തിട്ടുണ്ട്. അതേസമയം അങ്ങനെയാണെങ്കിൽ LDF എത്ര കാര്യങ്ങൾ പറഞ്ഞിട്ട് കേസ് കൊടുക്കണം? സ്വർണ്ണക്കൊള്ളയുടെ പേര് പറഞ്ഞുകൊണ്ട് തെളിവുണ്ടോ? എന്തെങ്കിലും LDF ചെയ്തു എന്നുള്ളതിന് തെളിവുണ്ടോ? അത് വെച്ചുകൊണ്ട് അവർ കേസ് കൊടുക്കേണ്ട എത്ര കാര്യങ്ങളിൽ കേസ് കൊടുക്കണം? ഇതെല്ലാം പേടിയാണ്. ഇങ്ങോട്ടിട്ട് കൊട്ടുമ്പോൾ ആർക്കും കുഴപ്പമില്ല, അങ്ങോട്ടിട്ട് കിട്ടുമ്പോഴാണ് എല്ലാവർക്കും പ്രശ്നം. അങ്ങനെ കിട്ടാൻ പോകുന്നതും കൊട്ടാൻ പോകുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ ഇനി സംഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ എന്നുള്ളത് നമുക്ക് ഈ ഒരു കാര്യങ്ങൾ കൊണ്ട് തന്നെ വ്യക്തമാണ്. എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും ഈ പെൺപുലി ഇനിയും ഇങ്ങനെ തന്നെ ഉണ്ടാവട്ടെ. ഇടതുപക്ഷത്തിന് വേണ്ടി സംസാരിക്കാനല്ല, നമ്മുടെ നാട്ടിലെ ജനപക്ഷത്തിന് വേണ്ടി സംസാരിക്കാനായിട്ട് ഈ രീതിയിൽ തന്നെ നിൽക്കട്ടെ. വർഗീയവാദികൾക്കും ജാതീയത പറഞ്ഞുകൊണ്ട് മുന്നിലേക്ക് നിൽക്കുന്നവർക്കുമെല്ലാം ഒരു തിരിച്ചടി ആയിക്കൊണ്ട് തന്നെ ഇവരെ പോലെയുള്ളവർ സംസാരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ അവസാനിക്കുകയാണ്. പുതിയൊരു വീഡിയോ അടുത്ത ദിവസം കാണുന്നവരെ ഓക്കെ ബൈ.